ശ്രീനാദേവി കുഞ്ഞമ്മയെ ഓർമ്മയുണ്ടാകും. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെ ഇടം പിടിച്ച പേരാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നത്. നേരത്തെ CPI ആയിരുന്നു, CPI നേതാവായിരുന്നു, CPIയുടെ ജനപ്രതിനിധിയായിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന സമയമാണ്, ആദ്യത്തെ ആരോപണം ഉയർന്നു വന്ന സമയം. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. CPIയുടെ ജനപ്രതിനിധിയാണ് എന്നോർക്കണം. അങ്ങനെയുള്ള ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് അന്ന് വലിയ ചർച്ചയാവുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. CPI അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയും കോൺഗ്രസിനെതിരെയും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഇടപെടൽ എന്നതാണ് അന്ന് അത് ചർച്ചയാകാൻ കാരണം. എന്നാൽ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് സീറ്റ് കൊടുത്തില്ല CPI. പകരം സീറ്റ് കൊടുത്തു ആര്? കോൺഗ്രസ്. എന്തുകൊണ്ടാണ് സീറ്റ് കൊടുത്തത്? ആരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സീറ്റ് കൊടുത്തത്? ആ ചർച്ചയും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അത് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വരികയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പോലും കോൺഗ്രസിൽ നല്ല സ്വാധീനമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സീറ്റ് കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക്. ആലോചിച്ച് നോക്കണം, ഇത്രയും ആരോപണം ഉയർന്നു വന്നിട്ടും കോൺഗ്രസിൽ സ്വാധീനമുള്ള ആള് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, രഹസ്യമായിട്ട് മാത്രം എന്നേ ഉള്ളൂ. ആ ശ്രീനാദേവി കുഞ്ഞമ്മ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. സ്വാഭാവികമായും ചർച്ചയായി. യൂത്ത് കോൺഗ്രസിലെ നേതാവാണ്, എല്ലാവരും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. ആ ഘട്ടത്തിലാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ അവഹേളിച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വരുന്നത്, അതും ചർച്ചയാവുകയും ചെയ്തു. ഇപ്പോഴിതാ അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നു. തന്നെ നിരന്തരം അവഹേളിക്കുന്നു, സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കേസെടുക്കണം, ഇതേക്കുറിച്ച് അന്വേഷിക്കണം, എനിക്കെതിരെയുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. പരാതി സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ DGPക്ക് കൈമാറും, കേസുണ്ടാകും. എന്തായിരിക്കും കേസിൻ്റെ ഭാവി എന്നത് പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോഴത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകയായ KK ഷാഹിന അതിജീവിതയുടെ പരാതി പേര് വെളിപ്പെടുത്താതെ പങ്കുവെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പൂട്ടും, ആരുടെ കുഞ്ഞമ്മ ആയാലും അവൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. കുഞ്ഞമ്മ ഒരുങ്ങിയിരുന്നോ പോലീസ് വരുമ്പോൾ സ്വീകരിക്കാൻ. ഇതാണ് KK ഷാഹിനയുടെ പോസ്റ്റ്. പൂട്ടും, ആരുടെ കുഞ്ഞമ്മ ആയാലും അവൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. കുഞ്ഞമ്മ ഒരുങ്ങിയിരുന്നോ പോലീസ് വരുമ്പോൾ സ്വീകരിക്കാൻ എന്നാണ് പോസ്റ്റ്. പരാതി കേസാകും, സംശയമില്ല. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക പോലീസ് എന്നതേ ഇനി അറിയാനുള്ളൂ. ഏത് വകുപ്പുകൾ ഇട്ടാണ് കേസെടുക്കുക? ജാമ്യമുള്ള വകുപ്പുകളായിരിക്കുമോ, ജാമ്യം കിട്ടാത്ത വകുപ്പുകളായിരിക്കുമോ എന്നതൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. അതവിടെ കിടക്കുന്നു. മറ്റൊരു സുപ്രധാനമായ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്ന്. ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് രംഗത്ത് വന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ഇൻസ്റ്റാഗ്രാമിലൂടെ ഇക്ക എന്ന് പറയുന്ന ഒരാൾക്ക് ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്, സന്ദേശങ്ങൾ കൈമാറാറുണ്ട് എന്ന്. ആരാണ് ഈ ഇക്ക? ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ പോലീസ് കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ ഫോൺ, മൊബൈൽ ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തുമ്പോഴാണ് കണ്ടെത്തിയത്. പക്ഷേ ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എവിടെയാണ് എന്ന് ഇതുവരെയും പോലീസിനോട്, അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് കണ്ടെത്താനാണ് സാധ്യത. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അത് നശിപ്പിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. അടുത്ത കാലത്ത് ഉപയോഗിക്കുന്ന ഫോണാണ്. നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫോണൊക്കെ മാറ്റി എന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവ് നശിപ്പിക്കലായി മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എന്നിരുന്നാലും ഇൻസ്റ്റാഗ്രാം സന്ദേശം
ആർക്കാണ് ഇക്ക എന്ന പേരിൽ അയച്ചുകൊണ്ടിരുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരം പോലീസ് കണ്ടെത്തിയാൽ കോൺഗ്രസിലെ തന്നെ ഉന്നതനിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് അറിയാനുള്ളത്. ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ അതിൽ വ്യക്തതയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യങ്ങൾ ഒന്നുകൂടി കടുക്കുകയാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിലേക്കും നേതാക്കളിലേക്കും അന്വേഷണം പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും കോൺഗ്രസിനെയും കൊണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല.